ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. സപ്പോർട്ട് ചെയ്യുക. തുടക്കം തന്നെ ചൂലാണല്ലോ എന്ന് വിചാരിക്കണ്ട. ചൂലിലാണല്ലോ നമ്മളെല്ലാം വൃത്തിയാക്കുന്നത്. കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ചെന്നൈയിൽ നിങ്ങളുടെ ആചാരങ്ങളും നിങ്ങളുടെ ഇവിടുത്തെ ആഘോഷങ്ങളും ഒക്കെ ഒന്ന് കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ വിചാരിച്ചത്. നമ്മുടെ നാട്ടിലെങ്ങനെയെന്നറിയില്ല, പക്ഷേ ഇവിടുത്തെ തമിഴ്നാട്ടുകാർക്ക് ഇന്ന് അക്ഷയ തൃതീയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദിവസമാണ്. അത് വലിയൊരു ആഘോഷമൊന്നും അല്ലെങ്കിലും കാലങ്ങളായി അവർ നടത്തുന്ന ആചാരങ്ങളിൽ ഒന്നാണ്. പ്രധാനമായിട്ട് ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ദിവസം നമ്മൾ എന്ത് വാങ്ങി വെച്ചാലും ആ ഒരു വർഷത്തേക്ക് അത് അധികരിക്കും എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ ഒരു വീട്ടിൽ മേടിച്ചേക്കും. അതെന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ വിളക്ക് കത്തിക്കുന്നതും ഇവിടെ വിളക്ക് കത്തിക്കുന്നതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഞാനിവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നുള്ളൂ. അതിന് ഒരു ലോങ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. നാട്ടിലെല്ലാ ദിവസവും നമ്മൾ വിളക്ക് കത്തിക്കും അല്ലേ, പക്ഷേ ഇവിടെ അതിന് പ്രത്യേക ദിവസങ്ങളുണ്ട്. ആഴ്ചയിൽ 2 ദിവസമാണ് മെയിനായിട്ട് ഉള്ളത്. അതിലൊന്ന് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ്. ആ ദിവസം ഇവർ നോൺ വെജ് കഴിക്കാറുമില്ല. എന്തെങ്കിലും വിശേഷ നാളുകളിലൊക്കെയാണ് പിന്നീട് വിളക്കത്തിക്കുന്നത്. അങ്ങനെ വീട്ടിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി പുറത്തത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഈ ഒരു ബസ് കണ്ടോ, ഇതല്ല ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ബസ്. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും പിങ്ക് കളറായിരിക്കും. ഇതിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വെക്കുമെന്ന്. അതിൽ 2 സാധനം മേടിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് ഈ ജ്വല്ലറിയിലേക്ക് വന്നിട്ടുള്ളത്. ജ്വല്ലറിയിൽ പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടുന്ന് ഞങ്ങൾ ചെറിയൊരു ഗോൾഡ് കോയിനും ഒരു സിൽവർ ബ്രേസ്ലെറ്റ് വാങ്ങി. അടുത്ത ദിവസം ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് 30 പൈസ കൊണ്ട് തന്നെ ഞാനൊരു ബ്രേസ്ലെറ്റ് അങ്ങ് മേടിച്ചു കൊടുത്തു. പൈസ ഒന്നും നോക്കിയില്ല. 30 സന്തോഷമല്ലേ നമുക്ക് വലുത് അല്ലേ. ഇപ്പം കയ്യിലിട്ടത് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് വേറൊന്നാ എടുത്തത് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ള സാധനം, ഗോൾഡ് കോയിനും സിൽവർ ബ്രേസ്ലെറ്റും. അതുപോലെ തന്നെ കല്ലുപ്പും അരിയും നമ്മൾ ഇതിൻ്റെ കൂടെ മേടിച്ച് വെക്കും. ഇനി ഗോൾഡൊന്നും വാങ്ങാൻ പറ്റാത്തവരാണെങ്കിൽ ഉപ്പ് എന്തായാലും വാങ്ങിച്ച് വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നൊരു വീഡിയോയിൽ വരയ്ക്കും. നന്ദി.